എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം എന്നു മുതലെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികൾ, പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക. വിശദമായ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്നു മുതലായിരിക്കും ആരംഭിക്കുക എന്ന് പല വിദ്യാർത്ഥികളും കൂടെ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മോസ്റ്റ് പ്രോബബിളി പറഞ്ഞാൽ ചിലപ്പോൾ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ടൈം ടേബിൾ ഇപ്പോൾ വന്നു. വിദ്യാർത്ഥികൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ജൂൺ മാസം 10-നാണ് നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികൾ നോക്കിക്കോ, ഒരാഴ്ചയ്ക്കോ രണ്ടാഴ്ചയ്ക്കോ വരും. ഇനി എപ്പോൾ വേണമെങ്കിലും രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വിളിക്കുക എന്നുള്ള ടൈം ടേബിളും മറ്റു കാര്യങ്ങളും വരാം. കാരണം രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഓൾറെഡി കഴിഞ്ഞതാണ് വിദ്യാർത്ഥികളുടെ. അതുകൊണ്ട് തന്നെ ഇനി എപ്പോൾ വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഒരു സർക്കുലറോ കാര്യങ്ങളോ ടൈം ടേബിളോ ഒക്കെ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയോടൊപ്പം തന്നെ നടത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം കണ്ണൂർ യൂണിവേഴ്സിറ്റിയൊക്കെ ഉൾപ്പെടെ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയൊക്കെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ ഏപ്രിൽ മാസത്തോടെ തന്നെ കഴിഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജൂണിലേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യാനേ നോക്കുകയുള്ളൂ, പെട്ടെന്ന് പരീക്ഷകൾ പൂർത്തീകരിക്കാൻ മാത്രമേ യൂണിവേഴ്സിറ്റി ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും എന്നോട് പറഞ്ഞിട്ട് ടൈം ടേബിൾ വന്നാലൊന്ന് പഠിച്ചു തുടങ്ങാമായിരുന്നു. പ്രിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ടൈം ടേബിൾ വരാൻ നോക്കി നിൽക്കേണ്ട, ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളൂ. ഇപ്പോൾ നിങ്ങൾക്ക് നാലാം സെമസ്റ്റർ, ഇപ്പോൾ ഈ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികൾ നാലാം സെമസ്റ്റർ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ജൂൺ 10, ജൂൺ 11, ജൂൺ 12, ജൂൺ 13, ജൂൺ 14, പിന്നെ ജൂൺ 16 അടുപ്പിച്ചാണ്, ഉച്ചയ്ക്ക് ശേഷം അടുപ്പിച്ചാണ് പരീക്ഷകൾ വരുന്നത്. ഇതുപോലെ തന്നെ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിന്ന് തിരിയാൻ സമയമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ടൈം ടേബിൾ വരാൻ കാത്തിരിക്കേണ്ട, ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. കാണുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂടുതൽ പേരിലേക്ക് എത്തുന്നത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ പുതിയതുമായി കാണുന്നവരെ മൈ നെയിം ഈസ് ക്രിസ്, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ. പിന്നെ നിങ്ങൾ ടൈം ടേബിൾ നോക്കിയിരിക്കുന്നു വേണ്ട, നിങ്ങൾ പഠിച്ചോളൂ. ടൈം ടേബിളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളെവിടെയുണ്ട്. അപ്പോൾ പുതിയതുമായി കാണുന്നവരെ മൈ നെയിം ഈസ് ക്രിസ്, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ.